നമസ്തേ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തെങ്ങ് പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ ഒരു ഗാനത്തോടെ തുടങ്ങാം. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടിമുടി തളിരണിയും ശാരദയാമിനി നീയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ. ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസ്പന്ദനമാവും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തണതേ, ഇത് സ്ഥലം മാറി. ഇത് ഒരു ചെന്തെങ്ങാണ്, നമ്മളെ സ്വന്തം വീട്ടിലെ തെങ്ങാട്ടോ. അപ്പോൾ കണ്ടില്ലേ, പുള്ളി വീശ ഏകദേശം ഒപ്പം പിടിച്ചതാണ്. ശ്രദ്ധിക്കുക, ഒരു ചെന്തെങ്ങാണ്. പിന്നെ ചളി കൊലമുഖത്ത് തേച്ചത് ശ്രദ്ധിക്കുക. പകുതിയാണ് പകൽ തേക്കാൻ പറ്റുള്ളൂ. അമ്പിളിക്കലയ്ക്ക് എപ്പോഴും വിടണം, പകുതി തേക്കുക. അതായത് രാത്രി ചന്ദ്രൻ്റെ അനുഗ്രഹം കൂടി വേണം കള്ള് വീഴാൻ. അപ്പോൾ നമ്മളൊരു പകുതിയാണ് തേക്കാൻ പാടുള്ളൂ. കൊലമുഖത്തെ ഇളയ കൊലയുടെ. പിന്നെ ഇപ്പോൾ പറയാനുള്ളത്, നാളികേരം കണ്ടാൽ ശ്രദ്ധിച്ച് അറിയണവർക്ക് അറിയാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഒരു വലുതാവണ സൈസ് തേങ്ങയാണ്. ഒരു 4 നാളികേരം ഉണ്ടായിട്ടുണ്ട്. ഇതപ്പുറത്തും എന്താ, അപ്പോൾ ഒരു 4 നാളികേരം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെന്തെങ്ങാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലുമ്പോൾ നമ്മൾ ഇതാകണ്ടല്ലേ കുപ്പിയെ വെച്ചണത്, പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചെടുക്കുകയാണ്. ശരിക്കും പണി ചെന്ന കൊലൻ്റെ ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ലെവലിക്ക് പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കയറുമ്പോഴേക്കും 1 ലിറ്റർ കള്ള് മാട്ടയിൽ വീഴണം. അതാ കണക്ക്. ഉച്ചയ്ക്ക് 1 ലിറ്റർ ഉണ്ടാവണം. രാത്രി വീഴുമ്പോഴേക്കും 2 ഉണ്ടാവും. അങ്ങനെ ഇത് ആരോഗ്യമില്ലാന്ന് വിചാരിക്കരുത്. ഇതിൽ നിന്നൊരു 3 ലിറ്റർ വരെയൊക്കെ വീഴും. അങ്ങനെയുള്ള തെങ്ങുമാണ്. അങ്ങനെയാണ് കണക്ക്. നേരെ പണി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു നാക്കിലേക്കൊക്കെ എത്തുമ്പോൾ നാക്കിലേക്ക് തല്ലും തട്ടണം. അങ്ങനെ ഒരു 3 മാട്ട കയറി കഴിഞ്ഞാൽ സംഗതി കുശാൽ. പിന്നിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചിലങ്ക ഉണ്ടായിരുന്നില്ല കിളിക്കാൻ. നമുക്ക് എല്ലുണ്ട്, എല്ലിട്ട് കിളിക്കാം. ഇത് നമ്മളെ കാല് നിറച്ച് വാങ്ങിയിട്ട് രണ്ടാമത് ക്ലിയറാക്കി കൊടുക്കുന്നതാണ്. പുതിയതൊന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഉണ്ടാവണ വരെ നമ്മൾ ഇതിൽ ലേശം പശ ഒഴിച്ചിട്ട് ഇതുകൊണ്ട് തല്ലും. കണ്ടില്ലേ, ഉഷാർ. അതിപ്പോൾ കിലുങ്ങണില്ല, കണ്ടില്ലേ. മറ്റേതിങ്ങനെ കിളിക്കുക, ഇങ്ങനെ കിലുങ്ങും. ഇങ്ങനെ കിലുങ്ങണ സാധനമാണ്. അപ്പോൾ ഇത് കിലുങ്ങണില്ല. അപ്പോൾ എന്തായാലും സലാം.